പാലക്കാട് ഏറ്റുമുട്ടി ബി.ജെ.പി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബി.ജെ.പിയുടെ ഭീഷണിക്കെതിരെ യൂത്ത് കോൺഗ്രസ് ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ പാലക്കാട് സൗത്ത് സ്റ്റേഷനിലും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുകയാണ് പാലക്കാട്ട് നിന്ന്. അശ്വിൻ, വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് മനസ്സിലാക്കുന്നു. പോലീസിന് ലാത്തിചാർജ് നടത്തേണ്ടി വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനും സന്ദീപ് വാര്യർക്കുമെതിരെ ഭീഷണി മുദ്രാവാക്യം മുഴക്കി മറുഭാഗത്ത് ബി.ജെ.പി. പ്രവർത്തകരും തമ്പടിക്കുന്നുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ? ഈ സ്റ്റേഷനിലും ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യം എന്താണ് അശ്വിൻ പാലാഴി? ഇപ്പോൾ പാലക്കാട് ടൗൺ പോലീസ് സൗത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം പോലീസും തമ്മിലുള്ള സംഘർഷമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ തത്സമയം കാണുന്നത്. ഈ ഹെഡ്ഗേവാർ വിവാദത്തിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് ബി.ജെ.പി. ഒരു മാർച്ച് നടത്തുകയും അവിടെ കൊലവിളി പ്രസംഗം നടത്തുകയും ചെയ്തിരുന്നു. ആ കൊലവിളി പ്രസംഗത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടന്നത്. ആ മാർച്ചിൽ വലിയ സംഘർഷമാണ് ഉണ്ടായത്. കോൺഗ്രസിന്റെ പല പ്രവർത്തകർക്കും അതിരൂക്ഷമായ മർദ്ദനമേറ്റു. ഒപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സന്ദീപ് വാര്യരാണ്. സന്ദീപ് വാര്യർക്ക് പോലീസിന്റെ ലാത്തിചാർജിൽ മർദ്ദനമേറ്റിട്ടുണ്ട്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ PA, അതുകൂടാതെ ഷാഫി പറമ്പലിന്റെ PA എന്നിവർക്കും അതിരൂക്ഷ മർദ്ദനമാണ് ലാത്തിചാർജിനിടെ ഉണ്ടായത്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഒപ്പം സന്ദീപ് വാര്യർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. അത് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ്. അവരെ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇപ്പോൾ ഈ ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒത്തുകൂടിയിരിക്കുന്നത്. അതിനിടെ അവരെ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് വീണ്ടും ഒരു സംഘർഷ സാധ്യത ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉടലെടുത്തിരിക്കുന്നത്. അവരെ തള്ളി മാറ്റുന്നതിനിടെ വീണ്ടും ഒരു സംഘർഷം ഈ ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉണ്ടാകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ, നേരത്തെ ഉണ്ടായ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ സമാനതകളില്ലാത്ത, ഈ സമീപകാലത്തെങ്ങും പാലക്കാട് ജില്ലയിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ലാത്തിചാർജാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന നിസ്സംശയം പറയാൻ സാധിക്കും. ഇപ്പോഴും ആ ഒരു മർദ്ദനത്തിന്റെ സ്വഭാവം വിട്ടുമാറിയിട്ടില്ല.